അപ്പോൾ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം വീഡിയോ ഇടാണ് കേട്ടോ. കുറച്ച് ദിവസം വീഡിയോ ഇടാറില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇതൊക്കെ നിർത്തിയാലോ, യൂട്യൂബ് അങ്ങനെ നിർത്തിയാലോ വിചാരിക്കും. പിന്നെ നമ്മളങ്ങോട്ട് ഒരു തോറ്റം തോന്നി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടു വാക്ക് സംസാരിക്കാൻ കേട്ടോ. സ്നേഹത്തെക്കുറിച്ച് എന്തൊക്കെ പലരും സ്നേഹത്തെക്കുറിച്ച് പലതും പറയും. സ്നേഹം എന്ന് പറഞ്ഞാൽ സഹനമാണ്, ക്ഷമയാണ്, അതാണ് ഇതാണ്. സ്നേഹം സകലത സഹിക്കുന്നു, ക്ഷമിക്കുന്നു, ഒക്കെ ശരിയാണ്. ഓക്കെ, എൻ്റെതായ നിർവചനം ശരിയാണ്. സ്നേഹമുള്ളിടത്ത് സഹനം ഉണ്ടാവും, ക്ഷമയുണ്ടാവും, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എല്ലാത്തിനും ഒരു അലിവുണ്ടാവും എല്ലാവരോടും. അതാണ് അതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. സ്നേഹം വല്ലാത്തൊരു മരുന്നാണ് കേട്ടോ. മനസ്സിന് കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു മരുന്ന് തന്നെയാണ്, ഒരു മെഡിസിൻ തന്നെയാണ് സ്നേഹം. എൻ്റേതായ രീതിയിൽ ഇപ്പോൾ ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പറ്റി ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടും, ഞാൻ മയങ്ങി വീഴും. അതുപോലെ ഇഷ്ടമാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളെന്തെങ്കിലും ചെയ്തു അപ്പോൾ നന്നായിട്ടാണ്, നല്ല കാര്യമായി എന്ന് പറഞ്ഞാൽ. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഓർത്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ നിറയും. ഓർക്കാണ്ടിരുന്നാലോ നമ്മുടെ ഹൃദയം ഒത്തിരി വേദനിക്കും. അതിനൊട്ടൊരു പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. ബന്ധങ്ങളെ കൂടുതൽ എന്താ പറയുക, ബന്ധങ്ങളെ കൂടുതൽ കൂട്ടി ഇണക്കാൻ കഴിവുള്ളതാണ് സ്നേഹം. സ്നേഹമുള്ളിടത്തെ ദേഷ്യം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പയ്യൻ്റെ ഒരു പാട്ടുണ്ട്. കുഞ്ഞിപ്പയ്യൻ പാട്ട് പാടി കണ്ണും കണ്ണിൻ്റെ പാട്ട് പാട്. കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനായി കാതോട് പാട് കാതോട്. അവൻ കുഞ്ഞാണ് എങ്കിലും അവനെ ത്രൊപ്പിച്ചുല്ലോ. അപ്പം എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാം. സീ യു.